ഹായ് കൂട്ടുകാരെ, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രവിയും ചന്ദ്രയും കൂടി ക്ഷേത്ര ദർശനത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. അങ്ങനെ രവി ചന്ദ്രനെ ഓട്ടോയിലാണ് വന്നിട്ട് വീടിൻ്റെ വാതിക്ക് ഇറക്കിയിട്ട് ഞാൻ അശോകനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇത്രയും രാത്രിയായില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ഇനി പോകണമെന്ന് ചോദിക്കണം. അപ്പോൾ രവി പറയുന്നുണ്ട്, നീ ഇനി എന്നോട് കൂടുതൽ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. രാവിലെ അമ്പലത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിൻ്റെ കൂടെ ഞാൻ വന്നത്. അവനെ ഞാൻ രാവിലെ തന്നെ കാണാമെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ വീടിനുള്ളിലേക്ക് വരുന്നു. അപ്പോഴേക്കും അശോകനെ കാണാൻ വേണ്ടിയിട്ട് രവിയും പോകുന്നുണ്ടല്ലോ. ചന്ദ്രമതി തിരിച്ചു വരുന്ന സമയത്ത് കാണുന്നത് ആദ്യം ഇങ്ങനെ ചന്ദ്രമതിയുടെ ഒരു ചെയറുണ്ട്, ചെയറിനകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. ആ ചെയറിലിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി അവിടെ നിൽക്കുന്നുമുണ്ട്. ഇത് കാണുമ്പോഴേക്കും ചന്ദ്രമതിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് വരുന്നത്. ഇവര് ഇതുവരെ പോയില്ലേ? ഇതിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇത്രയും ദൂരം പോയിട്ട് വന്നത്? നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ പോയേ, നീ പറഞ്ഞു വിട്ടോളാന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി എന്ന് ചോദിച്ച് ചന്ദ്രമതി ഭയങ്കര ദേഷ്യത്തോടു കൂടി കയ്യിലിരുന്ന ബാഗൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് എറിയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു വിടണമെന്ന് തന്നെയാണ് ആൻറ്റി വിചാരിച്ചത്, പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ സച്ചി ഇങ്ങോട്ടേക്ക് കയറി വന്നു, അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞു വിടാൻ പറ്റാഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്നെന്തായാലും ഇന്നൊരു രാത്രിയും കൂടിയുള്ളൂ, നാളെ എന്തായാലും അവർ പോയിക്കോളൂ എന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, ആഹാ നീ കണ്ടില്ലേ, ഞാനല്ലാതെ ആ ചെയറിൽ ഈ വീട്ടിൽ മറ്റാരും ഇരുന്നിട്ടില്ല, അതെൻ്റെ മാത്രം ചെയറാണ്, കണ്ടില്ലേ അവനിരുന്ന് ആടുന്നത്. എടാ എഴുന്നേക്കടാ എഴുന്നേക്കടാ എന്ന് പറഞ്ഞിട്ട് ആദ്യയുടെ നേരെ അങ്ങ് ചെല്ലുവാണ് കേട്ടോ ചന്ദ്രമതി. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ആൻറ്റി പാവമല്ലേ, അവൻ ചെറിയ കുട്ടിയല്ലേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ചെറിയൊരു പേടിയോടുകൂടി ഇങ്ങനെ ആദ്യം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും വീണ്ടും ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ നിന്നോടല്ലേ പറഞ്ഞത്, ഇപ്പോൾ നിൻ്റെ ചെവിയും കൂടി ഞാൻ പോയോ എന്ന് ചോദിച്ചിട്ട് ആദ്യനെ ഇങ്ങനെ പിടിച്ച് തള്ളുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര വിഷമമൊക്കെ ആവുന്നുണ്ട്. ആദ്യമാണെങ്കിൽ അമ്മേ അമ്മേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ചന്ദ്രമതി ആണെങ്കിൽ ഒരു മനുഷ്യത്വം ഇല്ലാത്ത പോലെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കയറി വന്നിട്ട് എൻ്റെ വീട്ടിൽ അധികാരം കാണിക്കാണ്. ഈ പ്രായത്തിൽ തന്നെ ഇവൻ കാണിച്ചു കൂട്ടുന്നത് കണ്ടില്ലേ, വളർത്തി വെച്ചേക്കുന്നതിൻ്റെ ലക്ഷണമാണ്. മറ്റുള്ളവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണോ എന്നുള്ള കാര്യം പോലും വളർത്തുന്നവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. വിമല ആ സമയം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. ഇവര് എന്നെ ചീത്ത വിളിക്കുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ പറയാണ് കേട്ടോ. ആരാടെ നിന്റെ അച്ഛമ്മ, സംഭവിച്ചിട്ടുള്ള എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്താ നിന്നെ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ആവണോ എന്നുള്ള കാര്യമൊന്നും ഇവനെ പഠിപ്പിച്ചിട്ടില്ലേ? എൻ്റെ ചെയറിലിരുന്നിട്ടേ ആടിക്കൊണ്ടിരിക്കുകയാണ്, ചെറിയ കുട്ടിയല്ലേ, അവൻ എന്തേലും ഒരു ചെറിയ കാര്യം ചെയ്തതിനാണോ നിങ്ങൾ ഇത്രയും ചൂടാവുന്നതെന്ന് ഇങ്ങനെ വിമല ചോദിക്കുന്നുണ്ട്. ഇവനാണോ ചെറിയ കുട്ടി? പിന്നെ ഇത്രയും വളർന്നിട്ടാണോ? ചെറിയ കുട്ടിയാണത്രേ, ചെറിയ കുട്ടി. അങ്ങനെ വിമലയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട് കേട്ടോ. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല, പക്ഷെ സാരമില്ല എന്ന മട്ടിൽ വിമലേനെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒച്ചയൊക്കെ കേട്ടോണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ അമ്മ എന്തിനാ ഒച്ച വയ്ക്കുന്നത്? ദേ കണ്ടില്ലേടാ, ഇവൻ എൻ്റെ കസേരയിൽ കയറിയാ ഇരുന്നതെന്ന് പറയുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ, അമ്മേ അതൊരു ചെറിയ കുട്ടിയല്ലേ, പിന്നെ ഇതേ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ആരെങ്കിലും മേടിച്ച് തരുമോ? ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കാനൊന്നും പറ്റില്ല എന്നിങ്ങനെ ചന്ദ്രമതി ദേഷ്യപ്പെട്ടു പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും രേവതിയായിരിക്കും അവനെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഈ ചെയറിലൊക്കെ ഇരുത്തുന്നത്, അല്ലാതെ അവൻ എന്തായാലും തന്നെ ഇരുന്നിട്ടുണ്ടാവില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട്, അയ്യോ രേവതി ആൻറ്റി ഒന്നും എന്നോട് പറഞ്ഞില്ല എന്ന് പറയാണ്. അപ്പോൾ ഇതൂടെ കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ. കണ്ടോ അവൻ്റെ വായുടെ നീളം കണ്ടില്ലേ? ഇവൻ്റെ അഹങ്കാരം ഇത്രയ്ക്കാണെങ്കിൽ ഇവൻ വളർന്ന് വലുതായി കഴിയുമ്പോൾ എന്താവും എന്നിങ്ങനെ പറയണം. അപ്പോൾ വിമല പറയുന്നുണ്ട്, അതി നിന്നോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. ഈ ഒച്ചയൊക്കെ കേട്ടിട്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അമ്മേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. എന്താണ് പ്രശ്നമെന്നോ? സാമ്പാറിൽ ഉപ്പില്ല എന്ന്. അതിനമ്മേ ഞാനിന്ന് സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എന്താടി നീ അഹങ്കാരം കാണിക്കാണോ? എൻ്റെ ചെയറിൽ നീ ഇവനെ പിടിച്ച് ഇവിടെ ഇരുത്തിയോന്നിങ്ങനെ ചന്ദ്രമതി രേവതിയോട് ചോദിക്കുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, ആഹാ ഇത്രയേ ഉള്ളൂ, അവൻ കൊച്ചുകുട്ടിയല്ലേ അമ്മേ, അവനൊരു തമാശയ്ക്ക് ഒരു കളിക്കാൻ വേണ്ടി ഇരുന്നാന്ന് പറയാണ്. ഇത് അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ നിനക്ക് അത്രയ്ക്ക് ഇവനോടങ്ങ് സ്നേഹമാണെങ്കിലേ അവനെ പിടിച്ച് നിന്റെ മടിയിൽ ഇരുത്തിക്കോ. എവിടുന്നെങ്കിലുമൊക്കെ വലിഞ്ഞു കയറി വരുന്നതിനെയൊക്കെ കൊണ്ടുവന്നേ എൻ്റെ കട്ടിലയിൽ ഇരുത്താനായിട്ട്, എൻ്റെ കസേരയിൽ ഇരുത്താനായിട്ട് ആരും നോക്കണ്ടെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്.
വീണ്ടും ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പറയാണ് കേട്ടോ. ആ അതെങ്ങനെയാ, തന്തയുടെയും തള്ളയുടെയും കൂടെയൊന്നും അല്ലല്ലോ വളരുന്നത്. അച്ഛമ്മയുടെയും അപ്പൻ്റെയും ഒക്കെ കൂടെ വളർന്നാലേ ഇതല്ല ഇതിൻ്റെ അപ്പുറവും പിള്ളേർ കാണിക്കുമെന്നിങ്ങനെ ചന്ദ്രമതി പറയുകയാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ ആ കൊച്ചു കുട്ടിയുടെ മുമ്പിൽ വെച്ച് അമ്മയ്ക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറയുന്നത്? ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലേ അവനും വിഷമാവില്ലേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ നീ അമ്മയോട് എതിർത്ത് സംസാരിക്കുകയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നാൽ ഇത് കേട്ടോണ്ടാണ് സച്ചി വരുന്നത്. നീ ആരാടാ രേവതിയുടെ അടുത്ത് എതിർത്ത് സംസാരിക്കാൻ? എന്താ രേവതി എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ചോദിക്കുന്നുണ്ട്. കണ്ടില്ലേ, ആദ്യം വെറുതെ ചീത്ത വിളിക്കുകയാണ്. അപ്പം സച്ചി ചോദിക്കുന്നുണ്ട്, ഇതിനു വേണ്ടി ഇപ്പോൾ എന്താ ഇവിടെ ഉണ്ടായത്? ഒന്നുമില്ല സച്ചിയേട്ടാ, ആദിമോനാണെങ്കിൽ ആ ചെയറിലൊന്ന് ഇരുന്നു എന്ന് പറഞ്ഞിട്ടാ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചുകുട്ടീനെ ഇത്രയും ചീത്ത വിളിക്കുന്നത്. തന്നെയല്ല, ആ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കൂടെ വളർന്നാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും അച്ഛമ്മയുടെ കൂടെ വളർന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അമ്മ ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് പറയുന്നത്. ആ കുട്ടിയുടെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും എന്നിങ്ങനെയൊക്കെ പറയുകയാണ്. കേൾക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആഹാ ഇതാണോ പ്രശ്നം? ഞാൻ എൻ്റെ അച്ഛമ്മയുടെ കൂടെയാണ് വളർന്നത്. അവിടെ കാണിക്കാൻ വേണ്ടി പറ്റാത്ത ദേഷ്യം ഇവിടെ കാണിക്കുകയാണ്, അത്രേ ഉള്ളൂ. നിങ്ങളൊന്നും മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. അച്ഛമ്മയുടെ ഉണ്ടാവണമായിരുന്നു എങ്കിലേ ഇതിനുള്ള മറുപടി കറക്റ്റായിട്ട് ഇപ്പോൾ കിട്ടിയേനെ. എൻ്റെ തല തന്നെ ഇപ്പോൾ അമ്മയുടെ തല തന്നെ തല്ലിപ്പറിച്ചേനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിമലാമ്മയോട് ഇങ്ങനെ സച്ചി അവരെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി വിമലയോട് സമാധാനമൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോയി കിടത്തുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെയാണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വിമല ഇന്ന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമാണ്. അങ്ങനെ ആദ്യയുടെ കണ്ണിൻ്റെ കെട്ടഴിക്കണമല്ലോ, അതിന് സച്ചി തന്നെ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടിയിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിയോട് സച്ചി പറയുന്നുണ്ട്, രേവതി എന്തായാലും നീ പുറകെ വന്നാൽ മതി, ഞാനിപ്പോൾ ഇവരെയും കൊണ്ട് പോകാം. എനിക്ക് ഒരു പൂവും കൊടുക്കാനുണ്ട് സച്ചിയേട്ടാന്ന് പറയുമ്പോൾ അത് കെട്ടിക്കൊടുത്തിട്ട് നീ പോര്, ഞാൻ ഇവരെ ഹോസ്പിറ്റലിലേക്ക് ആക്കാമെന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് സച്ചി പോവാണ് കേട്ടോ. അങ്ങനെ രേവതി കിച്ചണിലേക്ക് പെട്ടെന്ന് തന്നെ പോവാണ്. പണിയൊക്കെ തീർത്തിട്ട് പൂ കെട്ടി കൊടുക്കണമല്ലോ. അങ്ങനെ കിച്ചണിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന രേവതിയുടെ അടുത്തേക്ക് ചന്ദ്രമതി ഭയങ്കര ദേഷ്യത്തോടു കൂടി പോവാണ് കേട്ടോ. ആ ഇതേ വഴിയമ്പലവും സത്രമൊന്നുമല്ല, ഇനി ഇതുപോലുള്ള ആരെങ്കിലും വിളിച്ചു കയറ്റി എൻ്റെ വീട്ടിലേക്ക് കയറി വന്നാലേ നീയൊക്കെ ആവും ആദ്യം പുറത്താവുക. ഇവിടെ ഉള്ളവർക്ക് തന്നെ കിടക്കാൻ സ്ഥലമില്ല, പിന്നെയാ ഇത് പിന്നെ ലോഡ്ജും ഹോട്ടൽ റൂമും ഒന്നും അല്ലെന്ന് കരുതിക്കോണോന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പെറുപുറത്തോണ്ട് നിൽക്കുകയാണ് കേട്ടോ രേവതിയുടെ അടുത്ത് നിന്നിട്ട്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അമ്മേ അതൊരു പാവം കൊച്ചു കുട്ടിയല്ലേ, അവർക്കിവിടെ പരിചയമുള്ള ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു വന്നാണെന്ന്. ആഹാ അതെനിക്കറിയായിരുന്നു, നീയും അവനും കൂടി ഒപ്പിച്ച പണിയായിരിക്കുമെന്ന്. അത് തന്നെയാ പറഞ്ഞ്, ഇത് എൻ്റെ വീടാ, ഇവിടെ ആര് താമസിക്കണം ആര് കിടക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാന്ന് പറയാണ് കേട്ടോ. ിട്ട് രേവതി പറയുന്നുണ്ട്, എന്തിനാമേ രാവിലെയും വൈകിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കുന്നത്? എൻ്റെ വീടാണെന്ന്. ഞാനിപ്പോൾ താമസിക്കുന്നതേ വെറുതെ വലിഞ്ഞു കയറി വന്ന വീട്ടിലൊന്നുമല്ല, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ എനിക്കും അതുപോലെ തന്നെ ഈ വീട്ടിൽ അവകാശമുണ്ട്. പിന്നെ അമ്മ ഒന്ന് മനസ്സിലാക്കിക്കോ, ഞാനിവിടെ വെറുതെ ഒന്നും താമസിക്കുന്നില്ല, നന്നായിട്ട് രാവും പകലും ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. ഈ അടുക്കളയിലെ മുഴുവൻ പണിയും ചെയ്തിട്ടേ പുറത്തു പോയിട്ട് പൂ കെട്ടി നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ടെന്നിങ്ങനെ രേവതി പറയാണ്. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ആഹാ നിന്റെ നാക്കിനങ്ങ് നീളം കൂടുന്നുണ്ടല്ലോടി, നീ എന്താ എന്നോട് എതിർത്ത് സംസാരിക്കാനൊക്കെ ആയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. നിനക്കിട്ടുള്ളത് ഞാൻ ഉടനെ തന്നെ പുറകെ തന്നോളാന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അമ്മേ എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്, ഇപ്പോൾ അമ്മ അങ്ങോട്ടൊന്ന് മാറിക്കേ, നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതും വേണമെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് പണിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് രേവതി ഒന്നും മൈൻഡ് ചെയ്യാതെ പണി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതിയാണ് ഹാളിൽ പോയിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവക്കിട്ടെ ഇങ്ങനെ വിട്ടാൽ ശരിയായില്ലല്ലോ, എന്തായാലും കയറി ഭരണം മൊത്തം അവൾ ഏറ്റെടുക്കുമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ ദേഷ്യത്തോടു കൂടി നടക്കുകയാണ്. അപ്പോഴേക്ക് രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ ചന്ദ്രേ, എന്താ ഇവിടെ പ്രശ്നം? രാവിലെ തന്നെ ഇവിടെ തുടങ്ങിയോന്ന് ചോദിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഓ നിങ്ങളും കൂടി എത്തിയോ? ഇപ്പൊ ഞാൻ ഇവിടെ പ്രശ്നക്കാരിയല്ലേ? നിങ്ങളെ ഒരുത്തിയെ വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങളുടെ മരുമകളാക്കി വെച്ചിട്ടില്ലേ? ആ വലിഞ്ഞു കയറി വന്നവള് ആ പൂക്കാരി, അവളാ ഇവിടെ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത്, അല്ലാതെ ഞാനല്ലാന്ന് പറയാണ്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീ നിർത്തിക്കോ, രേവതിയെക്കുറിച്ച് നീ ഈയിടെയായിട്ട് ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട്.
രേവതി അങ്ങനെ വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. സച്ചിയുടെ ഭാര്യയായിട്ട് ഇവിടെ അന്തസ്സായിട്ട് തന്നെയാണ് രേവതി ജീവിക്കുന്നത്. തന്നെയല്ല, രേവതി ആവശ്യത്തിലധികം ഇവിടെ നന്നായിട്ട് ജോലി എടുത്തുമാണ് ജീവിക്കുന്നത്. എല്ലാ മരുമക്കളെയും പോലെ അവളും സമ്പാദിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഓ എല്ലാ മരുമക്കളെന്ന് പറയണ്ട, മറ്റൊരു രണ്ടുപേരെ അന്തസ്സായിട്ട് നല്ല ജോലി ചെയ്തിട്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെയാണോ നിങ്ങളുടെ ഇളയ മരുമോള്? നിങ്ങൾ കൊണ്ടുവന്ന മരുമകള് പൂകെട്ടി നക്കാപ്പിച്ച വല്ലതും ഉണ്ടാക്കും, അതിനാണോ ഇത്ര വലിയ അഹങ്കാരം പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ചന്ദ്രമതി എപ്പോഴേക്കും പറയുന്നുണ്ട്, ദേ അവളിപ്പോൾ എന്നോട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് അറിയാവോ? നിങ്ങളാ ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത്. ആ സജ്ജി പറയുന്നത് പോരാഞ്ഞിട്ട് ഇപ്പൊ അവളും കൂടി എന്നെ ഭരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ആര് പറയാതിരിക്കും? നീ ഏത് നേരം എൻ്റെ വീടാണെന്നിങ്ങനെ 100 വട്ടം പറഞ്ഞു കഴിഞ്ഞാലേ അതിനുള്ള മറുപടി പുറകെ തരുന്നത് നല്ല കാര്യമാണെന്നിങ്ങനെ രവി പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്ര പറയുന്നുണ്ട്, അവളിപ്പോൾ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ എന്നോട്? കൊട്ടാരത്തിൽ വന്നതാണെന്നും അമ്മയുടെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു എന്ന് പറയണം. അപ്പൊ രവി പറയുന്നുണ്ട്, എന്താ ചന്ദ്രേ, രേവതി പറഞ്ഞതിനകത്ത് എന്ത് തെറ്റാ ഉള്ളത്? ഇത് കേട്ടിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, അതെ ഇവിടെ താമസിക്കുന്നവർക്ക് തന്നെ റൂമില്ലെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? എന്നിട്ടാണ് വഴിയെ പോകുന്നവര് ആ തള്ളയും മോനും കൂടി വന്ന് ഈ വീട്ടിൽ വന്ന് എന്തൊക്കെ കാര്യങ്ങളാ കാണിച്ചു കൂട്ടിയത്. ചുമ്മാ ഇരുന്നിങ്ങനെ തിന്ന് വലിച്ചു വാരി തിന്നിട്ട് AC റൂമിൽ ഞെളിഞ്ഞ് കിടന്നിട്ട് ഇവിടെ അങ്ങ് താമസിക്കാന്നാ കരുതിയത്. ഇപ്പോൾ ഞാൻ അത്രയും ഒച്ച വെച്ചില്ലായിരുന്നെങ്കിൽ അവരിവിടെ നിന്ന് പോകുന്നു ഉദ്ദേശിക്കേണ്ടായിരുന്നു എന്ന് പറയാണ്. എന്തായാലും ആ തള്ളയും മോനെ എനിക്ക് കാണുന്നത് തന്നെ ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ചന്ദ്രൻ നിനക്ക് അവരെ നല്ലല്ലോ, പണമില്ലാത്ത ആര് വന്നാലും നിന്റെ അവസ്ഥ ഇത് തന്നെയാണല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, അത് തന്നെയാണ്, കാശില്ലാത്തവനെ ഒരു വിലയും ഈ സമൂഹത്തിൽ ഇന്നില്ല. പണം ഉണ്ടെങ്കിലേ എല്ലാവർക്കും അതിൻ്റെ പേരിൽ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടാവും. അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റാണ്. പണത്തിനല്ല മൂല്യം, മനുഷ്യന്റെ നന്മയ്ക്കാണ് ഇന്ന് സമൂഹത്തിൽ മൂല്യം കൊടുക്കേണ്ടത്. പിന്നെ നന്മയും വെച്ചുകൊണ്ടിരുന്നാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങ് നടന്നു പൊക്കോളുമല്ലോ. പണം ഉണ്ടെങ്കിലേ ഇന്നത്തെ കാലത്തെ മക്കളെങ്കിലും നോക്കൂന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രവിയും പറയുന്നുണ്ട്, ഓ ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിന്ന് തിരിഞ്ഞങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ഹാളിൽ സോഫയിൽ പോയി ഇരുന്നിട്ടൊന്നും ചന്ദ്രമതിക്ക് അങ്ങോട്ട് സമാധാനമാവുന്നില്ല കേട്ടോ. അങ്ങനെയാണ് ചന്ദ്രമതിയുടെ മനസ്സിൽ ഒരു ഐഡിയ തെളിയുന്നത്. അങ്ങനെ ചന്ദ്രമതി അവിടെ നിന്ന് രേവതി ഓടിവാ, എനിക്ക് ഭയങ്കര കാലിന് വേദന, നീയേ പെട്ടെന്ന് ഇച്ചിരി വെള്ളം തിളപ്പിച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് വാ, എൻ്റെ കാലിനൊന്ന് ചൂട് പിടിച്ചതാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ദാ അമ്മേ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് രേവതി ആണെങ്കിൽ വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ചന്ദ്രമതിയുടെ കാലിന് ചൂട് പിടിച്ചു കൊടുക്കാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ രേവതി ആ വെള്ളമായിട്ട് സോഫയിൽ തന്നെ വന്നിരുന്നിട്ട് കാലിനിങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും പിടിച്ചാൽ ശരിയാവില്ല, നീ ആ തറയിലോട്ടൊന്ന് ഇരുന്നേ, എന്നിട്ട് വെള്ളം എടുത്ത് മുകളിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പിടിച്ചതാന്ന് പറയുകയാണ്. അങ്ങനെ രേവതി ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി ആണെങ്കിൽ അറിയാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ ആ വെള്ളം ഇങ്ങനെ കൈകൊണ്ട് തട്ടി അങ്ങ് ഇടുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതിയുടെ ദേഹത്തേക്ക് തെറിക്കുന്നുണ്ട്. രേവതി പെട്ടെന്ന് അയ്യോ അമ്മയെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട്. ആ വെള്ളം ദേഹത്ത് നല്ല ചൂടുണ്ടല്ലോ, ദേഹത്ത് വീണിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര അയ്യോ എന്താ രേവതി, എന്താ പറ്റിയേ, ദേഹത്ത് വെള്ളം വീണോന്നൊക്കെ ഇങ്ങനെ അറിയാത്ത മട്ടിൽ ചോദിക്കാണ് കേട്ടോ. ഈ ഒച്ചയൊക്കെ കേട്ടോണ്ട് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ മോളെ, എന്താ പറ്റി? അച്ഛാ ദേ ഈ വെള്ളം എൻ്റെ ദേഹത്തേക്ക് വീണു, അതെങ്ങനെയാ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അതെ എൻ്റെ കാലിന് മുട്ടിനൊക്കെ നല്ല നീര്, രേവതിയോട് ഞാൻ ഇച്ചിരി വെള്ളം എൻ്റെ ചൂട് പിടിച്ച് തരാൻ പറഞ്ഞതാ, എന്താണെന്നറിയില്ല കയ്യങ്ങാണ്ട് തട്ടിയാന്ന് തോന്നുന്നു വെള്ളം രേവതിയുടെ ദേഹത്തേക്ക് വീണോന്നിങ്ങനെ ചന്ദ്ര പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം പോലെ അഭിനയിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ രവീന്ദ്രനാണെങ്കിൽ നല്ല ദേഷ്യത്തോടു കൂടി രവീന്ദ്രന് മനസ്സിലാകുന്നുണ്ട് ചന്ദ്ര എന്തോ പണി ഒപ്പിച്ചതാണെന്നുള്ള കാര്യം. എന്നാൽ ചന്ദ്രമതി അന്നേരേക്കും പറയുന്നുണ്ട്, എന്താ രവതി ഇതൊക്കെ സൂക്ഷിച്ചു വേണ്ടേ ചെയ്യാന്? അതെങ്ങനെയാ, എന്നോടുള്ള ദേഷ്യത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കും ചൂട് വയ്ക്കാൻ വേണ്ടി വന്നത്,
അങ്ങനെയായിരിക്കും തട്ടി വീണേന്ന് പറയാണ്. അപ്പോഴേക്ക് രവി ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മോളെ പെട്ടെന്ന് തന്നെ വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം, പൊള്ളിയിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഏയ് വേണ്ട അച്ഛാ, ഡ്രസ്സിൻ്റെ മുകളിൽ കൂടിയല്ല വീണത്, അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞ പറ്റില്ല, പൊള്ളൽ എന്തോരം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, മോളെ എന്തായാലും ആ ഡ്രസ്സും ഒന്ന് മാറിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് രവി പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതിക്ക് എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കുവേടി, അമ്മായിയമ്മമാർക്ക് കുറച്ചൊരു ബഹുമാനമെങ്കിലും കൊടുക്കാൻ പഠിക്കണം, ഇവിടെ വന്നിട്ട് എന്നെ ഭരിക്കാൻ ആരും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ ചന്ദ്രമതി അവിടെ ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന രവിയാണെങ്കിൽ രേവതിനെ കാണിക്കുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ചൂടെന്തോ കുറവായിട്ടായിരിക്കും, കുറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ ഒത്തിരി ഉള്ളിലേക്ക് ഏറ്റിട്ടില്ല, സ്കിന്നിൻ്റെ പുറത്ത് കൈയുടെ സൈഡിലും കഴുത്തിൻ്റെ സൈഡിലും ഒക്കെയാണ് പൊള്ളലുള്ളത്. എന്തായാലും ഒരു 2 ദിവസം തീയോ വെയിലോ ഒന്നും അടിക്കാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ഓയിൽമെൻറ്റും മരുന്നും ഒക്കെ കൊടുത്തിട്ട് അവരെ വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് രേവതി സച്ചിയെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ സച്ചി ഓടിപ്പിടിച്ച് തന്നെ രേവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ രേവതി, എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് സച്ചി ഭയങ്കരമായിട്ട് ആവലാതി പിടിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് രേവതി പറയുന്നുണ്ട്, ടെൻഷൻ അടിക്കണ്ട സച്ചിയേട്ടാ, ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളം വീണതാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് രേവതി സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ രേവതി ഈ വെള്ളം വീണതെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് കാലിന് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു സച്ചിയേട്ടാ, അപ്പോൾ അമ്മയുടെ കൈയങ്ങാണ്ട് തട്ടി വീണതാന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചി ദേഷ്യത്തോടു കൂടി ചന്ദ്രമതിയെ നോക്കുന്നുണ്ട് കേട്ടോ. എന്താടാ നീ എന്നെ തുറച്ചു നോക്കുന്നത്, നിന്റെ നോട്ടം കണ്ട ഞാൻ അവളുടെ ദേഹത്തേക്ക് അറിഞ്ഞുകൊണ്ട് ഒഴിച്ചതാണല്ലോ എന്ന് തോന്നുമല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ നിങ്ങളല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ ചൂടുവെള്ളം എടുത്ത് ഒഴിക്കാനും നിങ്ങൾ മടി കാണിക്കില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, കണ്ടോ രവിയേട്ടാ, നിങ്ങൾ ഇവൻ പറയുന്ന കേട്ടില്ലേ, എനിക്ക് കാല് വേദനയായിട്ട് ഇവള് വന്ന് ഇച്ചിരി ചൂട് പിടിച്ച് തന്നതാ, ചൂട് പെട്ടെന്ന് ഇച്ചിരി കൂടിപ്പോൾ എൻ്റെ കൈയൊന്ന് പെട്ടെന്ന് തട്ടി വീണതാണ് എന്ന് പറയുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്, അമ്മ അറിഞ്ഞോണ്ടല്ല സച്ചിയേട്ടാ, അറിയാതെ തട്ടി വീണതാണ്, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നാ വാ രേവതി, ഞാൻ ഓയിൽമെൻറ്റ് പറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രനാണെങ്കിൽ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നാൽ രവീന്ദ്രനെ കാണുന്നതും ചന്ദ്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു പതറിയ മട്ടിൽ എഴുന്നേറ്റ് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ചന്ദ്ര അവിടെ നിന്ന് നിന്നേ, എന്താ എനിക്ക് മുട്ടിന് വേദന എടുക്കുന്നു, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് പോവാണ്. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, അല്ല അവിടെ ഒന്ന് നിന്നേ, നീ അറിഞ്ഞുകൊണ്ട് രേവതിയുടെ ദേഹത്തേക്ക് ചൂടുവെള്ളം തട്ടിയിട്ടതാണെന്നാ എൻ്റെ സംശയം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കൊള്ളാമല്ലോ, ഞാൻ എന്തായാലും അങ്ങനെ ഒരാളുടെ ദേഹത്തേക്ക് ചൂടുവെള്ളം ഒന്നും ഒഴിക്കില്ല, അല്ല നിന്റെ കാര്യം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. രേവതിയോട് ഇപ്പോൾ പെട്ടെന്നൊരു സ്നേഹവും കാണിക്കുന്നുണ്ടല്ലോ, അയ്യോ പൊള്ളിയോ എന്നുള്ളൊരു വേദനയൊക്കെ, എന്തായാലും നീ അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെയെന്ന് വെച്ചാൽ നിനക്ക് ഇത്രയും നേരം കാലിന് വേദന ഇല്ലായിരുന്നല്ലോ, പെട്ടെന്നൊരു കാലിന് വേദന വന്നതുകൊണ്ട് ചോദിച്ചതെന്ന് പറയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, കാലിന് വേദന വരുന്നതിനൊക്കെ സമയവും കാലവും ഒക്കെ ഉണ്ടോ, എനിക്ക് വേദന എടുത്തു, അവളൊന്ന് ചൂട് വെച്ച് തന്നു, അല്ലാതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, അവിടെ ദേഹം പൊള്ളിയാനെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ രവി ആണെങ്കിൽ വീണ്ടും സംശയത്തോടു കൂടി ഇങ്ങനെ നിന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ തന്നെ ഇരുന്ന് പൊറുപൊറുത്തോണ്ടിരിക്കുകയാണ്. എന്നോട് ചെയ്താലേ ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മുടെ രവി കേൾക്കുകയാണ് കേട്ടോ. അങ്ങനെ രവീന്ദ്രനാണെങ്കിൽ, ചന്ദ്രേ നീ ഇത്ര ക്രൂരയായിരുന്നോ, നീ ഒരു മനുഷ്യസ്ത്രീയാണോ എന്ന് ചോദിച്ചിട്ട് ദേഷ്യത്തിൽ വന്നിട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ കർണം അടിച്ചങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ രവിയേട്ടാ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ചന്ദ്രമതി പെട്ടെന്ന് തന്നെ കൈകൊണ്ടിങ്ങനെ പൊത്തി, അയ്യോ എന്നെ നിങ്ങൾ അടിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒച്ച കേട്ടിട്ട് നമ്മുടെ സച്ചിയും രേവതിയും കൂടി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ അച്ഛ ഈ കാണിക്കുന്നത്, എന്തിനാ നീ ഇങ്ങനെ ഒച്ച വെക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് രേവതി. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ഞാൻ ഇത്രയും വലിയ മക്കളുണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഇവള് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നത്. എന്നാൽ ഇനി ഇവളെ ഇങ്ങനെ വിട്ടാലേ ഈ വീട്ടിൽ പലർക്കും പലതും സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. അടുത്ത എപ്പിസോഡുകളിൽ എന്താണെന്നുള്ളത് നമുക്ക് കാണും വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.